ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വഞ്ചിച്ച ബജറ്റാണ് ഇന്നലെ ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് ബിജെപി ജില്ലാ നേതൃത്വം. ഇടുക്കി മെഡിക്കൽ കോളേജിനെക്കുറിച്ചോ ഇടുക്കി പാക്കേജിനെക്കുറിച്ചോ യാതൊരുവിധ പരാമർശവും ബജറ്റിലില്ല. ജില്ലയിലെ ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത ബജറ്റ് ജനങ്ങൾ തള്ളിക്കളയുമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് പറഞ്ഞു. ഇന്നലെ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീമാൻ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഇടുക്കി ജില്ലയെ പാടെ അവഗണിച്ചിരിക്കുകയാണ്. ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി പ്രത്യേക പദ്ധതികളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സുഗമമായ പ്രവർത്തനവും അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, കാലാകാലങ്ങളായിട്ട് കൊട്ടിഘോഷിക്കുന്ന ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം പോലും അതിനകത്ത് ഉരിയാടിയിട്ടില്ല എന്നുള്ളത് ഇടുക്കിയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ഇടുക്കി ജില്ലക്കാരെ സംബന്ധിച്ച് ഒരു പ്രയോജനമില്ലാത്ത വെറും ഒരു പൊങ്ങൻ ബഡ്ജറ്റായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാനായിട്ട് പറ്റുകയുള്ളൂ. നിരന്തരമായിട്ട് ഇടുക്കിയിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരും വലതുപക്ഷ സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു പരിപാടിയും പദ്ധതിയും ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളത് ഈ ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ നിരാശാജനകമാണ്. ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഇക്കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുകയാണ്. ഇടുക്കി ജില്ലയെ പാടെ അവഗണിച്ചിരിക്കും.